നമസ്കാരം, ഞാൻ രാജേഷ് കർത്ത. പ്രധാന വാർത്തകൾ. തിരുപ്പിറവിയുടെ ഓർമ്മയിൽ ക്രിസ്തുമസ്. ദൈവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകളും പാതിരാ കുർബാനയും. ശബരിമലയിൽ വൻ ഭക്തജനപ്രവാഹം. തിരക്ക് കുറയ്ക്കാനായി കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ശബരിമല തീർത്ഥാടകരെ പോലീസ് തടഞ്ഞു. പോലീസും തീർത്ഥാടകരും തമ്മിൽ വാക്കുതർക്കം. കോട്ടയം നട്ടാശ്ശേരി ഭാഗത്ത് കുടിവെള്ളമില്ലാതായിട്ട് 14 ദിവസം. പണികളിലെ അപാകതയിൽ കുടിവെള്ള പൈപ്പുകൾ പൊട്ടിപ്പോയി. വാട്ടർ അതോറിറ്റിക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. വാർത്തകൾ വിശദമായി. തിരുപ്പിറവിയുടെ സ്മരണകളുമായി ക്രൈസ്തവർ ക്രിസ്തുമസ് ആഘോഷിച്ചു. ക്രിസ്മസിനോടനുബന്ധിച്ച് ദേവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകളും പാതിരാ കുർബാനയും നടന്നു. ദൈവപുത്രന്റെ തിരുപ്പിറവി ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരു ക്രിസ്മസ് കൂടി ലോകം ആഘോഷിച്ചു. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ശാന്തിയുടെയും പ്രത്യാശയുമായാണ് ഓരോ ക്രിസ്മസും കടന്നുവരുന്നത്. ഡിസംബർ പിറന്നതോടെ നാട് ക്രിസ്മസിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. നക്ഷത്ര വിളക്കുകൾ തൂക്കിയും ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒരുക്കിയും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നാട് ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് ഉണർന്നിരുന്നു. ആശംസകളുമായി സാന്താക്ലോസുമാരും നാടുചുറ്റി. ദൈവപുത്രനെ സ്തുതിച്ച് കരോൾ സംഘങ്ങളും പ്രാർത്ഥനാഗീതങ്ങൾ ആലപിച്ച് നാടിനെ ആഘോഷത്തിലാക്കിയിരുന്നു. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം പകർന്ന് പള്ളികളിൽ നടന്ന പാതിരാ കുർബാനയിലും തിരുക്കർമ്മങ്ങളിലും വിശ്വാസികൾ പങ്കുചേർന്നു. ആട്ടിടയന്മാർ മൊഴിയുകയായി പോകുക ബെത്ലേഹേം നഗരത്തിൽ, കാണാം വാനവദൂതന്മാർ ചൊന്ന മഹാത്ഭുതമിന്നവിടെ. ആഘോഷങ്ങളുടെ ഭാഗമായി ദേവാലയങ്ങളിൽ പ്രത്യേക പാതിരാ കുർബാനകളും തിരുപ്പിറവി ചടങ്ങുകളും നടന്നു. ഉണ്ണിയേശുവിനായുള്ള പ്രതീകാത്മക തീക്കായൽ ചടങ്ങും ഇതോടനുബന്ധിച്ച് നടന്നു. തിരുപ്പിറവി ചടങ്ങുകൾക്ക് ശേഷം ക്രിസ്മസ് ട്രീ മത്സരം, പാപ്പാ മത്സരം, കരോൾഗാന മത്സരം എന്നിവയും വിവിധ ദേവാലയങ്ങളിൽ നടന്നു. 25 ദിവസമായി ക്രൈസ്തവർ അനുഷ്ഠിച്ചു പോരുന്ന നോമ്പിനും ഇതോടെ സമാപനമായി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ശബരിമലയിലെ അനിയന്ത്രിതമായ തിരക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ വിവിധ സ്ഥലങ്ങളിൽ ശബരിമല തീർത്ഥാടകരെ പോലീസ് തടഞ്ഞു. കനത്ത ചൂടിനൊപ്പം മണിക്കൂറുകൾ കുരുക്കിൽപ്പെട്ടതോടെ അയ്യപ്പന്മാർ വലഞ്ഞു. ശബരിമല സന്നിധാനത്തെ വൻ ഭക്തജന തിരക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി കോട്ടയം, പത്തനംതിട്ട ജില്ലകളുടെ വിവിധ സ്ഥലങ്ങളിൽ ശബരിമല അയ്യപ്പന്മാരുടെ വാഹനങ്ങൾ പോലീസ് തടഞ്ഞിട്ടു. അവധി ദിവസങ്ങൾ അടുപ്പിച്ച് എത്തിയതോടെ ശബരിമലയിലേക്ക് 10,000-കണക്കിന് തീർത്ഥാടകരാണ് ഇടതടവില്ലാതെ എത്തുന്നത്. ഇടത്താവളങ്ങളും മറ്റു സൗകര്യങ്ങളും ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് കൂടുതലായും വാഹനങ്ങൾ തടഞ്ഞത്. പൊൻകുന്നം പാലാ റോഡിൽ പൂവരണി അമ്പലം മുതൽ പൊൻകുന്നം അട്ടിക്കൽ വരെയുള്ള ഭാഗത്തെ ഗതാഗതം തടഞ്ഞു. ഇതോടെ 1000-കണക്കിന് വാഹനങ്ങൾ PP റോഡിൽ കുടുങ്ങി. കനത്ത ചൂടും കൂടിയായപ്പോൾ ബസ്സുകളിലെത്തിയ അയ്യപ്പന്മാർ വലഞ്ഞു. തീർത്ഥാടകർക്ക് കുപ്പിവെള്ളം പോലീസുകാർ എത്തിച്ചു നൽകിയ കാഴ്ചയും കാണാമായിരുന്നു. മണിക്കൂറുകൾ ക്യൂ നീണ്ടതോടെ തീർത്ഥാടകരും പോലീസുകാരുമായി വാക്കുതർക്കവുമുണ്ടായി. മണിക്കൂറുകൾ ഇടവിട്ട് എണ്ണം പറഞ്ഞ വാഹനങ്ങൾ മാത്രമാണ് പോലീസ് കടത്തിവിട്ടത്. എരുമേലി, മുക്കൂട്ടുതറ തുടങ്ങിയിടങ്ങളിലെല്ലാം തന്നെ 1000-കണക്കിന് വാഹനങ്ങളാണ് മണിക്കൂറുകളോളം പിടിച്ചിട്ടത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം നട്ടാശ്ശേരിയിൽ കുടിവെള്ളമില്ലാതെ പ്രദേശവാസികൾ വലയുന്നു. 400ഓളം കുടുംബങ്ങളാണ് ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. വെള്ളം എത്തിക്കാനുള്ള പൈപ്പുകൾ പൊട്ടുന്നത് പതിവ് കാഴ്ചയായി മാറി. കോട്ടയം നട്ടാശ്ശേരിയിലെ പ്രദേശവാസികളാണ് കുടിവെള്ളമില്ലാതെ വലയുന്നത്. 2 ആഴ്ചയിലധികമായി ഇവർക്ക് കുടിവെള്ളം കിട്ടാക്കനിയാണ്. 400ഓളം കുടുംബങ്ങളാണ് നഗരസഭയുടെ 4, 5, 6 വാർഡുകൾ ഉൾപ്പെടുന്ന നട്ടാശ്ശേരിയിലുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയിൽപ്പെടുത്തി കുടിവെള്ള പൈപ്പുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ വാട്ടർ അതോറിറ്റി അധികൃതരുടെയും കരാറുകാരന്റെയും അനാസ്ഥ മൂലം കൃത്യമായി ബാക്കി ജോലികൾ നടക്കുന്നില്ല. പണികളിലെ കെടുകാര്യസ്ഥത മൂലം പൈപ്പുകൾ പൊട്ടിപ്പോകുകയാണ്. ഇതോടെ കുടിവെള്ള വിതരണവും നിലച്ചു. കുന്നുള്ള പ്രദേശമായതിനാൽ വാഹനങ്ങളിൽ പോലും വെള്ളം എത്തിക്കാൻ കഴിയുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇത്രയും കുടുംബങ്ങൾ ഈ മുനിസിപ്പാലിറ്റി വെള്ളത്തിനാണ് ഞങ്ങൾ ആശ്രയിച്ച് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾക്കിന്ന് 15 ദിവസമായി വെള്ളം വന്നിട്ട്. ഈ അമൃത് പദ്ധതിയുടെ ഇത് പ്രകാരം ഇവിടെ ഇങ്ങനെ പൈപ്പ് ലൈൻ പൊട്ടിച്ച് ഇങ്ങനെ ഇതാക്കിയാണ് ഞങ്ങൾ 15 ദിവസത്തോളമായി വെള്ളത്തിന് ബുദ്ധിമുട്ടുന്നു. ഞങ്ങൾ ഈ ഒരു കയറ്റാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന്. അവിടെ നിന്ന് ഇറങ്ങിയാണ് ഞങ്ങൾ ഇവിടെ വന്ന് വെള്ളം കോരിയാണ് ഞങ്ങൾ ഈ വെള്ളം ഉപയോഗിക്കുന്നത്. അതുകൂടാതെ വണ്ടി കയറി വരത്തില്ലെന്നാൽ പോലും ഞങ്ങൾ കാശ് കൊടുത്ത് വെള്ളം അടിക്കുകയാണ്. ഞങ്ങൾക്ക് എന്നിട്ട് പോലും ഞങ്ങൾ ഇത്രയും കിടന്ന് ബുദ്ധിമുട്ടി അവരെ വിളിക്കുകയൊക്കെ ചെയ്തിട്ട് ഞങ്ങളോട് ഒരു ഇതും കാരണം കാണിക്കുന്നില്ല. ഇത്രയും ദിവസമായിട്ട് അവർ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. വാട്ടർ അതോറിറ്റി അധികൃതരും കരാറുകാരനും കടുത്ത അനാസ്ഥയാണ് കാണിക്കുന്നതെന്ന് നട്ടാശ്ശേരി 5-ാം വാർഡ് മെമ്പർ വിനു ആർ മോഹൻ പറഞ്ഞു.
കോട്ടയം നഗരസഭയിലെ 5-ാം വാർഡിൻ്റെ കൗൺസിലർ വിനുവാർ മോഹനാണ്. ഈ നഗരസഭയിലെ 5-ാം വാർഡിൽ അമൃത് പദ്ധതി പ്രകാരം കുടിവെള്ളം എത്തിക്കാനുള്ള പൈപ്പ് ലൈൻ ഇടുന്ന പ്രകാരം 15 ദിവസമായിട്ട് ഈ ഭാഗത്ത് ഒരു തുള്ളി വെള്ളം കിട്ടാത്ത അവസ്ഥയാണ്. ഈ അവസ്ഥയ്ക്ക് കാരണം ഈ വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെ അനാസ്ഥ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. 15 ദിവസമായിട്ടും ഈ പണി നടക്കുമ്പോൾ ഇത് ബന്ധപ്പെട്ട അധികാരികൾ ഒരാൾ പോലും ഈ സ്ഥലം സന്ദർശിക്കുകയോ ഈ പൈപ്പ് ലൈൻ ഇടുന്നതിന് വേണ്ട മാർഗ്ഗനിർദ്ദേശം കൊടുക്കുകയോ ചെയ്യാത്തതുകൊണ്ട് വടക്കേ ഇന്ത്യൻ സംസ്ഥാനത്തുള്ള തൊഴിലാളികൾ വേണ്ട രീതിയിലല്ലാത്ത രീതിയിൽ ഈ പൈപ്പ് ഇടുന്നതുകൊണ്ടാണ് ഈ വെള്ളത്തിന് കിട്ടാത്തതിൻ്റെ ഏറ്റവും പ്രധാന കാരണം. വരും ദിവസങ്ങളിൽ ഞങ്ങൾക്ക് കുടിവെള്ളം ലഭിച്ചില്ല എങ്കിൽ തക്കതായ സമരപരിപാടികളുമായിട്ട് ഈ ജനങ്ങളുമായിട്ട് വാട്ടർ അതോറിറ്റിയിൽ പോകുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. വീട്ടാവശ്യത്തിനൊന്നുമുള്ള വെള്ളം കിട്ടാത്തതിനാൽ പല കുടുംബങ്ങളും ബന്ധുവീടുകളിലേക്ക് മാറി താമസിക്കുകയാണിപ്പോൾ. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയത്ത് നടക്കുന്ന ഫ്ലവർ ഷോയ്ക്ക് തിരക്കേറുന്നു. ആയിരക്കണക്കിന് പൂക്കളും ചെടികളും വിസ്മയം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. K3A നേതൃത്വത്തിൽ കോട്ടയം നാഗമ്പടം മൈതാനിയിൽ ഒരുക്കിയിരിക്കുന്ന ഫ്ലവർ ഷോയിൽ തിരക്കേറുന്നു. നാം പരിചയപ്പെട്ടിട്ട് പോലുമില്ലാത്ത ആയിരക്കണക്കിന് ചെടികളും പൂക്കളുമാണ് നാഗമ്പടത്തെ പൂക്കാലത്തിലുള്ളത്. വിദേശത്തു മാത്രമുള്ള സസ്യഫലങ്ങളും ചെടികളും വേറിട്ട കാഴ്ചയാണ്. വെജിറ്റബിൾ കാർവിങ്ങും വിവിധങ്ങളായ ഫുഡ് കോർട്ടുകളുമുണ്ട്. വിവിധ തരത്തിലുള്ള മിഠായികൾ നിറഞ്ഞ സ്റ്റാളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്കായി അമ്യൂസ്മെന്റ് പാർക്കുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. വിവിധ നഴ്സറികളുമായി ചേർന്ന് കേരള അഡ്വർടൈസിംഗ് ഏജൻസി സംഘടിപ്പിച്ചിരിക്കുന്ന ഫ്ലവർ ഷോ ഈ മാസം 31 വരെ നീളും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഈർക്കിലിൽ വിസ്മയ കാഴ്ച ഒരുക്കുന്ന ഇടുക്കി സ്വദേശിയെ ഇനി പരിചയപ്പെടാം. നാഗമ്പടം മൈതാനിയിലാണ് ഫ്ലവർ ഷോയിലാണ് ഈ വിസ്മയ കാഴ്ച. ഈർക്കിലിയിൽ ആരെയും അമ്പരപ്പിക്കുന്ന വിസ്മയ കാഴ്ച ഒരുക്കിയിരിക്കുകയാണ് ഇടുക്കി കൊന്നത്തടി പാറയ്ക്കൽ രാജേഷ്. കോട്ടയത്ത് നടക്കുന്ന K3A ഫ്ലവർ ഷോയിലാണ് ഈ കാഴ്ച. KSRTC ബസ്, ദിനോസർ, ആമ, വീട്, കപ്പൽ, ഭീമാകാരൻ, മുതല, സിംഹം, അമ്പലം, ടെലിവിഷൻ എന്നിങ്ങനെ നീളുന്നു രാജേഷിന്റെ കലാസൃഷ്ടികൾ. ഉണക്ക ഈർക്കിലിയിലാണ് നിർമ്മാണം. ഈർക്കിലി ചീകി മിനുക്കിയ ശേഷം ഫെവിക്കോൾ, പ്ലസ് ക്വിക്ക് എന്നിവ ഉപയോഗിച്ച് ഒട്ടിച്ചു ചേർത്താണ് നിർമ്മാണം. 20 വർഷമായി ഈ മേഖലയിലുള്ള രാജേഷ് ആദ്യകാലങ്ങളിൽ ചിരട്ടയിലായിരുന്നു രൂപങ്ങൾ നിർമ്മിച്ചിരുന്നത്. വ്യത്യസ്തത പരീക്ഷിക്കുന്നതിനായാണ് ഈർക്കിൽ ഉപയോഗിച്ചു തുടങ്ങിയത്. ഈർക്കിലിയുടെ തുടങ്ങിയിട്ട് ഒരു 10-20 വർഷമായി ഞാൻ ഇത് ആരംഭിച്ചിട്ട്. അതുപോലെ ഇത് ആദ്യം ചിരട്ടയിലാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഇതിൽ നിന്ന് മാറി ഈർക്കിലിയിൽ ആരും ഉണ്ടാക്കുന്നില്ലല്ലോ എന്ന് കണ്ടപ്പോൾ ഞാൻ ആദ്യമേ ഈർക്കിലിയിലേക്ക് മാറുകയും. ഈർക്കിലിയിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ആദ്യം ഉണ്ടാക്കിയതാണ് ദിനോസർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ കപ്പലുണ്ടാക്കി, മുതല, സിംഹം, അതുപോലെ ആമ, അതുപോലെ വീടുകൾ, ക്ഷേത്രങ്ങൾ, ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കപ്പലിന്റെ നിർമ്മാണത്തിന് എത്ര ഈർക്കിലി അങ്ങനെ കണക്കെന്തെങ്കിലും? ആയിരക്കണക്കിന് 10,000 ഈർക്കിലി വേണ്ടി വന്നു. നമ്മളൊരു കടയിൽ നിന്ന് മേടിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് പകുതി പോലും നമുക്ക് പ്രയോജനപ്പെടാറില്ല. പച്ചീർക്കിലിയാണോ അതോ ഉണക്കിയാണ് മേടിക്കുന്നത്. ഉണക്ക ചീകി എടുത്ത് നല്ല ഫിനിഷിംഗ് ഉള്ള ഭാഗം വെച്ച് ഒട്ടിച്ച് പിടിപ്പിക്കുക. സാധാരണ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന പശ ഫെവിക്കോളും പ്ലസ് ക്വിക്ക് ഒക്കെ ഉപയോഗിച്ചാണ്. ഓരോ ശില്പങ്ങളും പൂർത്തിയാക്കാൻ നാളുകൾ വേണം. 12 അടി നീളമുള്ള മുതലയെ നിർമ്മിക്കാൻ 9 മാസവും, കപ്പൽ നിർമ്മിക്കാൻ 1 വർഷവും, സിംഹത്തിനെ നിർമ്മിക്കാൻ 6 മാസവും എന്നിങ്ങനെ പോകുന്നു കാലയളവ്. ഈർക്കിലി നിർമ്മാണ വസ്തുക്കളുടെ പ്രദർശനം ആദ്യമായാണ് നടത്തുന്നതെന്ന് രാജേഷ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ആനിക്കാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തിരിതെളിഞ്ഞു. നീലംപേരൂർ പുരുഷോത്തമദാസാണ് യജ്ഞാചാര്യൻ. ശക്തി സ്വരൂപിണിയും ഐശ്വര്യദായിനിയുമായ ആനിക്കാട്ടമ്മയുടെ സന്നിധിയിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ഞായറാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട വിളംബര രഥഘോഷയാത്രയ്ക്ക് വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു എതിരേൽപ്പ്. തുടർന്ന് ക്ഷേത്രത്തിലെ യജ്ഞശാലയിൽ ഭദ്രദീപം തെളിയിച്ചു. ക്ഷേത്രത്തിലെ കുംഭകുടങ്ങൾക്ക് ചുമതല വഹിക്കുന്ന 17 പാട്ടമ്പലങ്ങളുടെ പ്രതിനിധികൾ ചേർന്നാണ് ഭദ്രദീപം കൊളുത്തിയത്. നിരവധി ഭക്തർ പങ്കാളികളായി. ബുധനാഴ്ചയാണ് ശ്രീകൃഷ്ണാവതാരം പാരായണം ചെയ്യുന്നത്. വെള്ളിയാഴ്ചയാണ് രുക്മിണി സ്വയംവരം. ഡിസംബർ 31 ഞായറാഴ്ച പകൽ 11 മണിക്ക് അവഭൃത സ്നാനത്തോടെ യജ്ഞം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം ഹോളി ഫാമിലി സ്കൂളിലെ ക്രിസ്തുമസ് ആഘോഷം അവിസ്മരണീയമാക്കി കുട്ടികളും അധ്യാപകരും. ആർപ്പൂക്കര നവജീവൻ ട്രസ്റ്റിലെ അന്തേവാസികൾക്കൊപ്പമാണ് ക്രിസ്തുമസ് ആഘോഷിച്ചത്. കേക്ക് മുറിച്ചും കരോൾ ഗാനങ്ങൾ ആലപിച്ചുമാണ് ആഘോഷങ്ങൾ നടന്നത്. ഹെഡ്മാസ്റ്റർ VM ബിജു, രജനിമോൾ PG തുടങ്ങിയവർ പങ്കെടുത്തു.
സപ്ലൈകോയിൽ സബ്സിഡി നിരക്കിലുള്ള സാധനങ്ങൾ വിതരണം ചെയ്യാതെ ക്രിസ്തുമസ് ചന്ത നടത്തി ജനങ്ങളെ കബളിപ്പിച്ച സർക്കാർ മാപ്പ് പറയണമെന്ന് UDF കോട്ടയം ജില്ലാ ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ ആവശ്യപ്പെട്ടു. സാധാരണക്കാരുടെ അടിയന്തര പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരമുണ്ടാക്കാൻ കഴിയാത്ത നവകേരള സദസ്സ് തട്ടിപ്പ് ആയിരുന്നുവെന്നും സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. ക്രിസ്തുമസിനോടനുബന്ധിച്ച് കേരളത്തിലുടനീളം സപ്ലൈകോയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ചന്തകൾ തുടങ്ങി കേരളത്തിലെ പാവപ്പെട്ടവരെ സാധാരണക്കാരെ കബളിപ്പിച്ച സംസ്ഥാന സർക്കാർ മാപ്പ് വരണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. നമുക്കറിയാം, ഇവിടെ നവകേരള സദസ്സ് നടത്തി കോടികൾ മുടക്കിയ ഗവൺമെൻറ് ആ കോടികൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ അല്ലെങ്കിൽ സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ വിതരണം ചെയ്യുവാൻ, അല്ലെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരുടെ പെൻഷൻ വിതരണം ചെയ്യുവാൻ അതിനുള്ള ആത്മാർത്ഥത കാണിക്കണമെന്നായിരുന്നു ഞങ്ങൾക്ക് ഈ അവസരത്തെ സൂചിപ്പിക്കാനുള്ളത്. ഈ നവകേരള സദസ്സ് നാടകം അവസാനിച്ചിട്ടും ഇത്തരത്തിലുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ പറ്റാത്ത ഗവൺമെൻറ് നടത്തിയ ഈ സദസ്സ് വെറും തട്ടിപ്പാണെന്ന് ഇന്ന് തെളിഞ്ഞിരിക്കുകയാണ്. സർക്കാർ ജനങ്ങളോട്, സാധാരണക്കാരോട് മാപ്പ് വരണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നു. പാലാ നഗരസഭയുടെ 6-ാം വാർഡിലെ കാനാട്ടുപാറ മുണ്ടാങ്കൽ ഭാഗത്ത് സെപ്റ്റിക് ടാങ്ക് മാലിന്യം തള്ളി നാട്ടുകാർ പോലീസിൽ പരാതി നൽകി. പാലാ നഗരസഭ 6-ാം വാർഡിൽ നഗരസഭാ കവാടത്ത് ഭാഗത്തെ വീടുകൾക്ക് പുറകിലായി കൈത്തോട്ടിൽ നിരന്തരമായി സെപ്റ്റിക് ടാങ്ക് മാലിന്യം തള്ളുന്നു. കഴിഞ്ഞ തിരുവോണ അവധി ദിവസം ഇതുപോലെ മാലിന്യം തള്ളിയിരുന്നു. അന്ന് നാട്ടുകാർ പോലീസിൽ പരാതിപ്പെടുകയും നഗരസഭ ആരോഗ്യ വിഭാഗം ജീവനക്കാർ, പാലാ ഫയർഫോഴ്സ് എന്നിവർ വെള്ളം പമ്പ് ചെയ്ത് കുമ്മായവും ബ്ലീച്ചിംഗ് പൗഡറും വിതറിയുമാണ് ശുചീകരണം നടത്തിയത്. സമാന രീതിയിൽ കൂടുതൽ മാലിന്യം ക്രിസ്മസ് ദിനമായ ഇന്ന് പുലർച്ചെ ഇവിടെ തള്ളി. നാട്ടുകാർ പോലീസിൽ പരാതിപ്പെടുകയും നഗരസഭാ ജീവനക്കാരും ഫയർഫോഴ്സും എത്തുകയും ചെയ്തു. ഇത് ഇനിയും ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാരും വാർഡ് കൗൺസിലർ ബൈജു കൊല്ലംപറമ്പിലും അധികൃതരെ സമീപിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. SNDP യോഗം മീനച്ചിൽ യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ശിവഗിരി ഗുരുകുലം തീർത്ഥാടന പദയാത്ര ഇടപ്പാടി ആനന്ദ ഷൺമുഖ ക്ഷേത്രത്തിൽ നിന്നും ശിവഗിരി കുന്നിലേക്ക് പുറപ്പെട്ടു. പത്തനംതിട്ട യൂണിയൻ പ്രസിഡന്റ് പത്മകുമാർ, മീനച്ചിൽ യൂണിയൻ ചെയർമാൻ സുരേഷ് ടികുന്നിലിന് ധർമ്മ പതാക കൈമാറി പദയാത്ര ഉദ്ഘാടനം ചെയ്തു. ഏറെ അഭിമാനത്തോടും അതിയായ സന്തോഷത്തോടു കൂടിയാണ് ഈ പദയാത്രയിൽ പങ്കെടുക്കുന്നതിനും അതുപോലെ തന്നെ ഈ പീത പതാക കൈമാറുന്നതിനു വേണ്ടി ഇവിടെ വരാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷം ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. 9ാമത് തീർത്ഥാടന പദയാത്രയാണ് മീനച്ചിൽ SNDP യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടുന്ന് ഇന്ന് പുറപ്പെടുന്നത്. കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയത്ത് തന്നെ തമ്പലക്കാട് താമരപ്പറമ്പിൽ ശശികുമാരൻ നായർ നിര്യാതനായി. 78 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് തമ്പലക്കാട്ടെ വീട്ടുവളപ്പിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരുപ്പിറവിയുടെ ഓർമ്മയിൽ ക്രിസ്തുമസ്, ദൈവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകളും പാതിരാ കുർബാനയും. ശബരിമലയിൽ വൻ ഭക്തജനപ്രവാഹം, തിരക്ക് കുറയ്ക്കാനായി കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ശബരിമല തീർത്ഥാടകരെ പോലീസ് തടഞ്ഞു. പോലീസും തീർത്ഥാടകരും തമ്മിൽ വാക്കുതർക്കം. കോട്ടയം നട്ടാശ്ശേരി ഭാഗത്ത് കുടിവെള്ളമില്ലാതായിട്ട് 14 ദിവസം. പണികളിലെ അപാകതയിൽ കുടിവെള്ള പൈപ്പുകൾ പൊട്ടിപ്പോയി. വാട്ടർ അതോറിറ്റിക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.